നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വല ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ വിട്ടത് കേട്ടോ. ആ വീടിൻ്റെ അവസ്ഥകളും ഇവിടെ ശരിക്കും വെള്ളമായിട്ടുണ്ട്. അവിടെ ഇന്നും വലയിടാൻ പോലെടാ. അന്ന് ശരിക്കും വീട്ടായിരുന്നു. എങ്ങനാ നീന്തിടാൻ പോവാ. നമ്മളന്ന് വീടിക്കകത്ത് പറഞ്ഞായിരുന്നേ ഈ റോഡിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞാൽ കണ്ടോ. ഇത് കണ്ടോ, നോക്കി വെള്ളം കയറി കണ്ടോ. അന്ന് ഇവിടെ നിന്ന് വെള്ളം കയറിയിട്ടില്ലായിരുന്നല്ലേ. അപ്പം വലയിട്ടോ, വലയിടുന്ന കുറച്ച് ഭാഗം ഒന്ന് കാണിക്കാം. കാരണം വെള്ളം എത്ര ഉണ്ടെന്നുള്ള കാണിക്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ അന്ന് നമ്മൾ ഈ പിന്നെ മതിലാടി ഇറങ്ങി. ഇന്ന് മതിലുണ്ടാവും ഇവിടെ. ഗേറ്റ് തുറന്നിട്ടുണ്ടോ, ഗേറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇറങ്ങാൻ പോകുന്നു കേട്ടോ. ഇപ്പം തന്നെ ഇവിടെയൊക്കെ നോക്കി എന്നാ വെള്ളം നോക്കി പോകുന്നുണ്ടോ. ഇവിടെ ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെള്ളമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് സ്വാഗതം. അവരവിടെ ഇത് കളിയാക്കി പറഞ്ഞു ഞാൻ അവരെ നിറച്ച് മീനുമായിട്ട് അവര് നിങ്ങളുടെ അനുഗ്രഹം ആശീർവാദമായിട്ട് ഞങ്ങളിത് കടലിലേക്ക് ഇറങ്ങുക. അപ്പൊ കണ്ടിന്യൂ പറഞ്ഞു. നമ്മള് എല്ലാ ആശീർവാദങ്ങളോടും വലയിടാൻ പോകും. ആണല്ലേ. അപ്പൊ നമ്മൾ തുടങ്ങി, അങ്ങ് തുടങ്ങി. അത് പണിയാണല്ലോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഒരു അവസ്ഥ കാണിക്കാം കേട്ടോ. അന്ന് ഈ ഭാഗത്തൊന്നും വെള്ളം കയറിയിട്ടില്ല. ഇപ്പോൾ അരേറ്റം വെള്ളം ഉണ്ട്. അടുത്ത് കയറി കഴിഞ്ഞാൽ കാണുന്നില്ലേ, ഉണ്ടോ. അപ്പം ഇവിടുന്ന് ഗേറ്റ് ഇടാൻ പോകണോ? എന്നാൽ ഇട്ടു. വലയിടാൻ പോകാം കേട്ടോ. തണുപ്പാണോ അണ്ണാ? അണ്ണാ എല്ലാവരും ക്യാമ്പിലോട്ടൊക്കെ പോയി അറിഞ്ഞോ. നമ്മൾ മാത്രമേ ഉള്ളൂ. മീൻ കിട്ടിയാലും കൊടുക്കാൻ മാർഗമൊന്നുമില്ല. മീൻ കിട്ടിയാലേ കൊടുക്കാൻ മാർഗമൊന്നുമില്ല. കാരണം ആരും മേടിക്കാൻ ഇവിടുന്ന് ആയില്ലല്ലോ. ഇവിടെ എല്ലാവരും പോയല്ലോ. ഇപ്പറേ ഇട്. ആ ഗേറ്റ് അടയ്ക്കാൻ പോയി. അടയ്ക്കും. ഇപ്പം അടയ്ക്കാൻ പറയാനുണ്ട്. ഞാൻ അടച്ചേക്കാം. എനിക്ക് ഞാൻ അവിടെ കിട്ടണ്ട. ആ കമ്പി കിട്ടും. അപ്പം എൻ്റെ ഗേറ്റ് അടയ്ക്കുക. അവർ അടയ്ക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. എന്നാ വെള്ളം ഒന്ന് നിൽക്കണം അതുകൊണ്ട്. അപ്പം കാണാം കേട്ടോ. കേട്ടോ വല ഇട്ട് തുടങ്ങി കേട്ടോ സുരേഷ്. അന്ന് വീഴണ്ട. അന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ വെള്ളമില്ല കേട്ടോ. തീ നോക്കി എന്നാ വെള്ളം ഒന്ന് നിൽക്കണ്ടോ സുരേഷാ. എങ്ങനെയുണ്ട്? എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാർഗമൊന്നും ഇല്ലല്ലേടാ. വെള്ളം പൊങ്ങിയിട്ട് ഒരു മാർഗ്ഗം ഇരിക്കുന്ന അവസ്ഥയായി. കിട്ടുന്ന മീൻ കൊണ്ടൊക്കെയാണ് ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റില്ല എനിക്ക് കേട്ടോ. നടന്നു പോകുന്നത് കേട്ടോ. ഇന്ന് കിട്ടിയ മീനെ കുറേ ചീഞ്ഞ് പോയി ചെയ്തല്ലേ. അപ്പം മൊത്തം വല ഇട്ടോ കേട്ടോ. അപ്പം നമ്മൾ മൊത്തം വീഡിയോ കാണിക്കുന്നില്ല. നാളെ നമുക്ക് വല പൊക്കുന്ന വിശേഷം കാണിക്കാം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകുന്ന പരാതി വരുന്നുണ്ട്. അതുകൊണ്ട് വല ഒത്തിട്ട് കഴിഞ്ഞിട്ട് നാളെ രാവിലെ വല പൊക്കുന്ന ഭാഗം കാണിക്കും കേട്ടോ. എത്ര മീൻ കിട്ടും എന്നുള്ളതും ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയാം കേട്ടോ. ഓക്കെ. രാവിലെ ഞങ്ങൾ വലയെടുക്കാനായിട്ട് പോവുക. നേരം വിളിച്ച് ഞങ്ങളുടെ വഴിയുണ്ട്. വഴിയിലാണ് വല ഇട്ടിരിക്കുന്നത്. ഈ വഴിയിൽ തന്നെ വല ഇട്ടിരിക്കുക. നമ്മുടെ വഴിക്ക് ശാലം പൊക്കമുള്ള സ്ഥലം എടുത്ത് വെച്ച് നമ്മുടെ വള്ളവും വലയൊക്കെ കിടക്കുന്നുണ്ട്. പറമ്പി കരയ്ക്ക് വന്നു, വഴിയുടെ ഇറമ്പി വന്നു വള്ളം. വലയും പാത്രവും വല കണ്ടോ കിടക്കുന്നുണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിരിക്കുക. വഴിയിൽ തന്നെ ഇട്ടിരിക്കേണ്ട. വല ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വല എടുക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അവളാണ് ഇന്ന് വല എടുക്കുന്നത്. ഒരു സക്കർ ഫിഷ് ഉടക്കിയിട്ടുണ്ട് കണ്ടോ. ഈ വല ഉടക്കി അങ്ങനെ കരയ്ക്ക് വല ഇട്ട് കഴിഞ്ഞാൽ വല പോവും, പണിയാണ്. പിന്നെ ശരി ഉടക്ക. നമുക്കൊരു ചെമ്പല്ലി കിട്ടി. അതിനെ ഇടാൻ വേണ്ടിയിട്ട് വട്ടവല എടുത്തുകൊണ്ട് വരിക. നട്ടേരി
അടുത്ത ചെമ്പല്ലി കിടക്കുന്നു. മുട്ട ചെമ്പല്ലി ചത്തുപോയി. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒഴുക്ക് കൂടുതലുള്ളിടത്തിട്ടാൽ മീൻ കിട്ടത്തില്ലെന്നല്ലേ? മൊത്തം കമ്പും കൂലിയും. ഇവിടെ ഒരു ചെമ്പല്ലി കിടപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയ ചെമ്പല്ലിയുണ്ട്, ഇവിടെ ഒരു വലിയ ചെമ്പല്ലി കിടപ്പുണ്ട്. ചെമ്പല്ലി കിടക്കുന്നുണ്ട്. മുട്ടൻ കാര്യ പയ്യെ അത് പോകും. പിന്നെ കാര്യം ഓടി എല്ലാ കാര്യം കൊള്ളാം. കറുത്ത് പെടച്ച കാര്യം. എൻ്റെ കൊമ്പടിക്കണമെങ്കിൽ ഒരു പണിയാ. കാര്യം കണ്ട വളഞ്ഞു കിടക്കുക. ഇതൊക്കെ കാണുന്നുണ്ടോ? ചെമ്പല്ലിയും കാരി പോണത്. ഉഗ്രം കൊടയാണല്ലോ, ഉഗ്രം കൊടയാണല്ലോ ഒന്ന്. ആണോ? വല, ഒരു വല തീർന്നിരിക്കുക. ഇത് കണ്ടോ, ഇവിടം വരെ ഉള്ളു വല. അപ്പുറേ പറമ്പിൽ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു വല ഇട്ടിട്ടുണ്ട്, അതും കൂടെ കാണിക്കുക. കൂട് പൊക്കാൻ പോകുന്നു രാവിലെ കണ്ടോ. അപ്പോൾ ഒരു വല നമ്മൾ എടുത്ത് കഴിഞ്ഞു. ഞാനല്ല, അവളാ വല എടുത്തത്. ഇനി ഒരു വലയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ വല എടുക്കാൻ പോവുക. അവൻ ബിനീഷ് വരും, അതിനുമായിട്ട് ഞാൻ ആ വല എടുക്കാൻ പോവുക. അപ്പോൾ ഇവിടെ ഈ വലയ്ക്കകത്ത് കിട്ടിയ മീൻ കണ്ടോ, വേണ്ട എന്നാൽ കാരിയുടെ വലിപ്പം കണ്ടു ഉണ്ടാ, സൂപ്പർ കാര്യം. അപ്പം അടുത്ത വല എടുക്കുന്ന വീഡിയോയും കൂടെ നമുക്ക് കാണാം. നമ്മളിത് കിട്ടിയ മീൻ കണ്ടോ, ഈ ഒരു വലയ്ക്കകത്ത് കിട്ടിയ മീനാണ്. എല്ലാ കാര്യടി, കാരിയുടെ വലിപ്പം ഒന്ന് കാണിച്ചടി, കൈ വെച്ച് കാണിച്ചേ. എന്താ 1/2 കിലോ സൈസ് കാരി കണ്ടോ, കൈ ഇങ്ങോട്ട് പോയി നീളം കണ്ടോ, എന്നാ നീളം വന്നില്ല. ടേരി എന്താ അത്രയും 3-4 ചെമ്പല്ലി കൂടി വലിപ്പമുണ്ട് കാരി. നമ്മൾ ഇന്നലെ വല ഇട്ടിരുന്നു കേട്ടോ ഈ വീട്ടിൽ. അത് പൊക്കാൻ വന്നിരിക്കുകയാണ്. സലേഷൻ അവിടുത്തെ വല പൊക്കിയിട്ട് വന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഹനങ്ങളുണ്ടോ, വെള്ളം പൊങ്ങിയുണ്ട് ആകപ്പാടെ വാഹനങ്ങളൊക്കെ കയറിയിടുന്നുണ്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കയറ്റിയിടുന്നത് കേട്ടോ, വെള്ളം കയറാതിരിക്കാനുണ്ട്. ഒരു പട്ടിയൊക്കെ ഉണ്ടോ ടാ ഡേ എന്നാടാ പിന്നെ. അപ്പം ഇന്നലെ ഇട്ട വല നമ്മൾ എടുക്കുക. ഒരു വല എടുത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അടുത്ത വലയിലേക്ക് നീന്തുകയാണ്. വീടൊക്കെ മുങ്ങിപ്പോയി. ഹൗസ് ബോട്ട് നടക്കുന്നുണ്ടോ?
അടക്കൊന്നുണ്ടോ ഇപ്പം മാത്രം പറയാം. രാവിലെ മലവെള്ളത്തിന്റെ തണുപ്പാ. ഈ വല കണ്ടോ, വല ഇട്ടിരിക്കുന്നുണ്ട്, ഒഴുക്കുടിയിട്ടുണ്ടല്ലോ. ഇവിടെ മീനുണ്ട് കേട്ടോ, അടിയിൽ കിടപ്പുണ്ട് കേട്ടോ, അടിയിൽ കിടക്കുന്നേ. വീട് കണ്ടോ, നമ്മളന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, വീടിൻ്റെ സിറ്റൗട്ടിൽ വെള്ളം കയറി, അതായത് ഇളനില വെള്ളം കയറിയിട്ടുണ്ടോ. അപ്പോൾ ആ ഇളനില വെള്ളം കയറി അകത്തും വെള്ളം കയറി കേട്ടോ. കണ്ടോ, ഇതാണ് സിറ്റുവേഷൻ. ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പം ഇവിടെ വലയിട്ടാൽ മീനും കിട്ടുന്നതാണ്. കാരണം ഒരുപാട് പേരുടെ മീൻകുളത്തിൽ നിന്നൊക്കെ മീൻ അടിപ്പോയിട്ടുണ്ടല്ലോ. അതൊക്കെ ഇത് ഇടക്കം നോക്കാം അല്ലേ. എന്നാ എടുക്കാണ് ഇവിടെ വല എടുത്ത് തുടങ്ങിയിട്ടുണ്ടേ. ഈ മീൻ വരുന്നുണ്ടേ. ഉണ്ടോ, ജീവനുള്ള എമ്പിലായിരുന്നു. ഉണ്ടോ, ജീവനുണ്ട് ജീവനുണ്ട്. ചത്തോ? ചെറിയ ജീവനുണ്ടല്ലേ. ആയിട്ടോ, ചത്തു പോകുന്നു തോന്നുന്നു. അതാ വരിക മതി, ഞാനിവിടെ മാറട്ടെ. നല്ല കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിലേ ഇറക്കാം. അതുകൊണ്ടേ വലയേറ്റം വെള്ളത്തിലെടുത്തോണ്ടിരിക്കുക. അന്ന് മുട്ടൻ്റെ മുകളിലാണ് വലയിട്ട സ്ഥലം. ഇപ്പോൾ വലയേറ്റം മുകളിൽ വെള്ളമായി. ആ ഒരു ചെമ്പിലാണ് ബോധിപ്പിച്ചാണ്. ഒന്നെങ്കിൽ ഒന്ന് നമ്മുടെ അവസ്ഥ കാണിക്കാം മെയിനായിട്ട്, ഇല്ലാണ്ടാ. ഉണ്ടോ, അതിക്ക് വരട്ടെ. മതി, ചെമ്പലി കാണിക്കണ്ടേ, പ്രേക്ഷകരെ കാണിക്കട്ടെ. ഇവിടുത്തെ ചെമ്പലി. നമുക്ക് എടാ എന്നാ ചെമ്പലി എന്തൊക്കെയാണ്? ചെമ്പലില്ല, കല്യാണം കുട്ടി കേട്ടോ. കണ്ടി കറുപ്പ് കൈതൊക്കെ അയ്യോ അങ്ങനെ പറയാത്. കാരി എൻ്റെ പൊന്നെ വാളക്കാരി. അതങ്ങനെ നോക്കരുതേ, ഞാൻ പോയിക്കോളാം. കാണിക്കട്ടെ. എൻ്റെ പൊന്നടാ പോയി. അങ്ങനെ പിടിച്ചേ, നിന്ന് പിടിച്ചേ ഇട്ടോ. നല്ല കീട്ടിലും കരി കേട്ടോ. അവിടെ മീനുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഇതിനാണിപ്പോൾ അറിയോ? കാര്യമാണോ? ചെമ്പല്ലി കല്ലട മുട്ടി ഇതൊക്കെ ഉണ്ടോ? ചത്താല വലിപ്പം കണ്ടോ അതിൻ്റെ? അടിപൊളി. എൻ്റെ പൊന്നെ, എങ്ങനെ ഇറങ്ങണം ഇങ്ങോട്ട്? ഇപ്പൊ തന്നെ എന്തേ ഞാൻ ക്യാമറ ആയിട്ടൊന്ന് വിറയ്ക്കുക. നമ്മളാ വീട് കണ്ടോ, വീടിനകത്തൊക്കെ വെള്ളമായി കണ്ടോ. ഈ 18 വെള്ളമാണ്. ആ ജനലിൻ്റെ താഴെ ആണ് കേട്ടോ. നേരെ മനസ്സിലാകത്തുള്ളൂ, എന്നാലും ഉത്തരമായിട്ടില്ല. സമാധാനമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വിജനമായിട്ടുണ്ട് കണ്ടോ. ഇവിടുന്ന് ഈ വീട്ടിൽ നിന്നല്ല, ഈ വീട്ടിൽ താമസമില്ല, അല്ലാതെ ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാർ ക്യാമ്പിൽ പോയി കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറച്ച് പേര് ഇവിടെ കിടപ്പുള്ളൂ കേട്ടോ. ഉണ്ടോ, വെള്ളം കൂടുതലല്ലോ. ഇന്ന് സംഭവിക്കാം. ശകലം വല ഇട്ടുള്ളൂ കേട്ടോ ഇവിടെ കേട്ടോ. ഉണ്ടോ? ഇവിടെ അധികം വലയിട്ടില്ല. കാരണം നമ്മളെ ഏത് നിമിഷം ഇവിടുന്ന് പോകേണ്ടതായ വേണ്ടി ഞങ്ങൾ വല കുറഞ്ഞ വല പീസായിട്ടുള്ളൂ. എന്തി ഓക്കെ എടുത്തോ. ചെമ്പല്ലി പറയരുത് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞ് തിരിച്ചതല്ലേ. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ നമുക്ക് ഈ ചെമ്പല്ലി നല്ലല്ലേ, വേറെ മീൻ പേരുണ്ടെന്നല്ലേ. എങ്ങനെയാണ് വേറെ പേരുണ്ട് മനസ്സിലാകുന്ന കേട്ടോ. അത്തിണ്ടാക്കി ഇരുന്നിട്ടൊക്കെ പോകണം കേട്ടോ. ജീവനുള്ള കുറവാ. എന്ത് ഞാൻ വരട്ടെ ഉണ്ട്. ഓക്കെ നേരെ വാതില്, തിരുഹൃദയത്തിന്റെ വാതിൽ കണ്ടോ. ജീസസ് അതേം വേണ്ട. അതെ, ജീസസ് ഈസ് ഹെഡാണ്, ഹെഡ് ഓഫ് ദിസ് ഹൗസ്. അങ്ങനെയാണെന്ന് തോന്നുന്നു.
നമ്മളൊക്കെ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് വല്ല മീൻ പിടിക്കാൻ പോയോണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ പൊങ്ങിക്കിടക്കുക, തെളിഞ്ഞ വെള്ളം ആണോ? ഓ കർക്കിടക കുളിയോ ആണോ? പുതിയ അറിവാണ്. അതിരിക്കാൻ പോകലെ ഒരു മീനിൻ്റെ കിടപ്പുണ്ട്, ഒന്ന് കാണിച്ചോട്ടെ. ഉണ്ടോ? എൻ്റെ ദൈവം തമ്പുരാനെ, ഒരു കുഴപ്പമില്ല ദൈവം കണ്ട. പിന്നെ ഞാൻ എന്നാ പറയേണ്ടത്? എനിക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. സത്യം പറഞ്ഞത്. പക്ഷെ നമ്മളിത് കാണുമ്പോഴത്തേക്കും കിട്ടുമ്പോൾ ഒരു ആവേശമല്ലോടാ. കണ്ടോ വല ഇത് ഇത്ര ഇട്ടോ കേട്ടോ. ഉണ്ടോ? അങ്ങോട്ടൊന്നും ഇട്ടിട്ടേ ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾക്കൊന്ന് ഇവിടുന്ന് എല്ലാവരും ആലപ്പുഴയ്ക്ക് ഇല്ലടാ ക്യാമ്പിലോട്ടൊക്കെ മാറ്റുവാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ഭയം കേട്ടോ. 2018 ഇതുപോലെ വീടിന് വിട്ട് വലയിട്ടിട്ട് പോയതാണ്. വല ഉപേക്ഷിച്ചൊരു പോക്ക് പോയത്. വന്നപ്പോഴത്തേക്കും പറമ്പെല്ലാം ഉണങ്ങി, വലയെല്ലാം ഉണങ്ങി, മീനൊക്കെ അസ്ഥികൂടം പോലെ ഇരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയം. പിന്നെ പോയാൽ ഇത്ര വലയല്ലേ പോകത്തുള്ളൂടാ, അതുകൊണ്ടാണ് ഇത്ര വല ഇട്ടത് കേട്ടോ. പക്ഷെ മണ്ടത്തായി പോയി, വില കൂടിയിട്ടുണ്ടായിരുന്നു. ഇട്ടിരുന്നെങ്കിൽ മീൻ കിട്ടണം. ക്യാമ്പിലോട്ട് ഇപ്പം ഒന്നും പോകത്തില്ല, ഉച്ച കഴിഞ്ഞാലും പോയെങ്കിലേ ഉള്ളൂ. അത് നമ്മൾ ദൂരെ പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. മീൻ കുറച്ചേ ഉണ്ടോ. ആ ഭാഗത്തോടെ വലയിട്ടിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു. കാരണം സൈസപ്പം മീൻ കിട്ടണം. തീർന്നല്ലോ. കാരണം അതെൻ്റെ തിണ്ണ വഴി കയറി വരും കേട്ടോ. നീന്താൻ കഴിയത്തില്ല, അവിടെ തിണ്ണ വഴി കയറുവാണേ. തിണ്ണയ്ക്ക് എത്താൻ വെള്ളമുണ്ടോ? ആ അലക്കത്തെ വീടല്ലേ, പയ്യെ വന്നാൽ മതി. ഉണ്ടോ? അടിപൊളി. അത്ര വെള്ളം കണ്ടോ? അപ്പോൾ അകത്ത് അത്രയും വെള്ളം ഉണ്ടോ? അല്ലണ എന്നാ വെള്ളം പറഞ്ഞു. മാറാ എല്ലാം കൊടുക്കാം, കഞ്ഞി കൊടുക്കാൻ വീട്ടിൽ നിന്ന്. അപ്പം പറഞ്ഞോ എന്തേലും സജിയെണ്ണം പറയണ്ട, സജിയെണ്ണൊന്നും പറയണ്ട. അത് പറയാ എന്നാ ചെമ്പല്ലേ നിൽക്കാ വീട്ടിലെ ഐറ്റം. ഇത്ര വല ഇട്ടുണ്ടോ? വലയിടാൻ മണ്ടത്തെ പോയി. ഇവിടെ നേരെ പോകാനൊന്നേ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു. അതാ അല്ലണ്ണ ഇടാൻ ഞാൻ കൊണ്ടാ ഇടാൻ. വെള്ളം കൂടി തന്നെ നമ്മൾ പോകണോ ക്യാമ്പിലോട്ടെല്ലാം വിട്ട് കുറേ പേരൊക്കെ. എടാ നീ കടിക്കരുത്, ഇങ്ങനെ എടുക്കല്ലോ കേട്ടോ. ബാക്കി കാര്യം സൈസ് കാണിച്ചാ കേട്ടോ. ആണോ? വേണ്ട തിന്നപ്പോൾ കാണിച്ചതാ. കൈ നീളം ചേരെ. ആ അടിപൊളി കൈ. അങ്ങോട്ട് അങ്ങോട്ട് മാറ്റിട്ട് കൈ പിടിക്കരുത്, മാറ്റിട്ട് കടിക്കും ചിലപ്പം. അടി പിടിക്കും, പല്ലേ ഉള്ളൂ. നീ അവിടെയുള്ളോ? ഇത്ര മീൻ കിട്ടിയാടോ. അപ്പോൾ നമ്മൾ വലയെല്ലാം എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു കറിക്കുള്ള മീനുണ്ട്. നമ്മൾ ഇട്ട വലയ്ക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അല്ലേടാ? അപ്പോൾ അത്യാവശ്യം മീനുണ്ട്. കൊടുത്തു. ഇനി എന്നാ ചെയ്യും? ഇനിയിപ്പോൾ കവറുണ്ട്. എനിക്കെന്തെങ്കിലും ഇട്ടേക്ക്, എന്തെങ്കിലും ഇട്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പം വെള്ളപ്പൊക്കത്തിലെ ഞങ്ങളുടെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ മേടിക്കാനും അത്യാവശ്യം കറിക്കുമൊക്കെ ഉള്ള മീൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.
ഏ